26 വർഷങ്ങൾ കൊണ്ട് ബഹിരാകാശ നിലയത്തിൽ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനം, ന്യൂട്രോൺ നക്ഷത്രത്തെക്കുറിച്ചും ഡാർക്ക് മാറ്ററിനെക്കുറിച്ചുമുള്ള പുതിയ വിവരങ്ങൾ കണ്ടെത്തി. മൈക്രോഗ്രാവിറ്റിയിലെ ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളില്ലാതെ സൗരയൂഥത്തിലെ മറ്റിടങ്ങളിലേക്കുള്ള മനുഷ്യ പര്യവേക്ഷണം അസാധ്യമാണ്. 2030-ൽ നാസയും അതിൻ്റെ അന്താരാഷ്ട്ര പങ്കാളികളും ഈ സ്പേസ് സ്റ്റേഷൻ നിയന്ത്രിതമായി ഡിയോർബിറ്റ് ചെയ്ത് സമുദ്രത്തിലെ വിദൂരമായ ഒരു പ്രദേശത്ത് ഇടിച്ചിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ വസ്തുവാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. $150 ബില്യൺ. ഭൂമിയിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിന് പോലും $1.5 ബില്യൺ മാത്രമാണ് ചിലവായിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്പേസ് സ്റ്റേഷൻ നിലനിർത്താതെ സമുദ്രത്തിൽ ഇടിച്ചിറക്കാൻ അവർ തീരുമാനിച്ചത്?